ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷമാൽ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷമാൽ എക്സ്പ്രസ് വേ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രസ് വേയിൽ പോകുമ്പോഴാണ് നമ്മൾ വണ്ടിയിലെ ക്രൂയിസ് കൺട്രോള് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരിക്കലും ആക്സിലേറ്റർ പ്രസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇത് ടൊയോട്ട പ്രാഡോ ആണ്. ഇതിൽ ക്രൂയിസ് കൺട്രോളുണ്ട്. രണ്ട് തരം ക്രൂയിസ് കൺട്രോളുണ്ട്. ഒന്ന് ക്രൂയിസ് കൺട്രോളും പിന്നെ ഡൈനാമിക് ക്രൂയിസ് കൺട്രോളുണ്ട്. ഡൈനാമിക് ക്രൂയിസ് കൺട്രോൾ അല്ല ഈ വണ്ടിയിലുള്ളത്. ഡൈനാമിക് ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള വണ്ടികളിൽ ലെക്സസിലേക്ക് വരുന്നതാണ് ഡൈനാമിക് ക്രൂയിസ് കൺട്രോൾ. അത് ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വേറെ വാഹനം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്പീഡ് നിയന്ത്രിക്കുകയും അങ്ങനെ ആ ഒരു സ്പീഡ് നിയന്ത്രണം മുമ്പിലത്തെ വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ ഈ വണ്ടിയും സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കുള്ള ക്രൂയിസ് കൺട്രോളാണ് ഡൈനാമിക് ക്രൂയിസ് കൺട്രോൾ. അപ്പോൾ ഇതിലിപ്പോൾ നോർമലായിട്ടുള്ള ക്രൂയിസ് കൺട്രോളാണുള്ളത്. ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾ നോബ് ഇവിടെയാണ് ഉള്ളത്, സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്താണുള്ളത്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. മിസ്റ്റർ ദരീഷ്, ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യൂ. അതിൻ്റെ എൻഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് പാനലിൽ ഒരു ക്രൂയിസ് കൺട്രോളിൻ്റെ എംബ്ലം ഗ്രീൻ കളറിൽ വന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള സ്പീഡിലേക്ക് വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് എത്തിക്കുന്നു. ഇപ്പോൾ ഒരു 120 സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ലിവർ നേരെ താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ ഒന്നും പ്രസ് ചെയ്യാതെ തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ക്രൂയിസ് കൺട്രോള് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ തന്നെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് അപ്പ് ആവുന്നത് കാണാം, സ്പീഡ് കൂടുന്നതായിട്ട് കാണാം. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സ്പീഡിലേക്ക് വണ്ടി വീണ്ടും കയറുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രൂയിസ് കൺട്രോള് സെറ്റ് ചെയ്യുന്നത്. ഇത് ഹൈവേയിൽ പോകുമ്പോൾ മാത്രം ക്രൂയിസ് കൺട്രോള് സെറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലോങ് ആയിട്ട് കാണുന്ന ഹൈവേകളിൽ നമുക്ക് ഈസി ആയിട്ട് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വണ്ടി ഓടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഉള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.